ഇവിടെ ഇതാ ഡോക്ടർ ജുനൈദ് തങ്ങളും ഈ പ്രദേശത്തുകാരനായ അഭിനവും കൂടി അവതരിപ്പിക്കുന്നു മറ പിടിച്ച കുന്തപ്പയറ്റ്. തെക്കൻ സമ്പ്രദായത്തിൽ കുറുപടിപ്പയറ്റ് നാമകരണം ചെയ്യുന്നു. ഇവിടെ ഇതാ ഷാഹുൽ ഫിനാസും മുഹമ്മദ് സിബിലും രണ്ടുപേരും സഹോദരങ്ങളാണ്. മുഹമ്മദ് സിബിൽ ആൻഡ് ഷാഹുൽ ഫിനാസ്. കളരി ഫെൻസിംഗ് അവതരിപ്പിക്കുന്നു അമേഗ് ആൻഡ് സായൻ.
കളരിപ്പാറ്റിന്റെ 1ാം താരിയിലെ കെട്ടുകാരിപ്പാറ്റ്. ഇടത്ത് കയറി നീട്ടി, വലത്ത് കയറി നീട്ടി, കടകം പെട്ടി, കടകം മറുകടകം പെട്ടി, ചൂച്ചു പൊട്ടി അമരം ചേർന്ന് മാറി കുത്തു തട്ടി, ചൂച്ച് കയറിപ്പറ്റി, ഇടത്തും കെട്ടി, വലത്ത് മാറി കുത്തു തട്ടി, ചൂച്ചു മുട്ടി അമരം ചേർന്ന് മാറി കുത്തു തട്ടി, ഇടത്ത് മാറി കിട്ടി, വലത്ത് മാറി, ഇടത്തും മാറി, വലത്ത് മാറി, ഈ കടത്തനാടൻ പ്രദേശങ്ങളിൽ മാത്രം നിൽക്കുന്ന ഒരു പാറ്റാണ് ഇവിടെ ഇതാ കൈകുത്തിപ്പാറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു.
കയ്യിൽ കുന്തവും ഒരാളുടെ കയ്യിൽ വാളും പരിചയം. സൈക്കൊന്നുമില്ലാതെ റെഡി അമർ. ഇവര് കളിക്കുമ്പോ കൈയടിക്കാൻ അടുത്തോ നേരെ മാറി ചൂട് മാറി അമരമുന കടകം വലത്ത് വെച്ച് മോതിരം വെച്ച് ഇടത്ത് വെച്ച് കടകം വെച്ച് അമർ വലത്ത് കൂട്ടി മാറി ഇടത്ത് കാൽ കൂട്ടി തൂക്കി വെച്ചമർ ഇടത്ത് കൂട്ടി വെച്ച് വലത്തൊരെ ചവിട്ടി വലത്ത് കൂട്ടി മാറി ഇടത്തേത് എടുത്ത് നോക്കി ചാടിക്കെട്ടി ചവിട്ടി അമർന്ന് വലച്ചുകൂട്ടി ഇടത്തേൽ നീട്ടി വലിഞ്ഞമർന്ന് നേർന്നു രണ്ടിയോട് വയ്യോട്ട് അടങ്ങ വലത്ത് നേരെ എടുത്തിരുത്തി അമർന്ന് വലത്ത് നടന്ന് ഇടത്ത് നേരെ എടുത്തിരുത്തി അമർന്ന് ഇടത്ത് നടന്ന് വലത്ത് നേരെ എടുത്തിരുത്തി നേർന്നു വലത്ത് കാൽ നീട്ടി ചവിട്ടി ഇടത്ത് കാൽ തിരിച്ചു ചവിട്ടി വലിഞ്ഞമർന്ന് ഇടത്തെ കാൽ കൂട്ടി എടുത്ത് നോക്കി ചാടിക്കെട്ടി വലിച്ചുകൂട്ടി ഇടത്തേൽ നീട്ടി വലിഞ്ഞമർന്ന് നേർന്ന് രണ്ടിയോട് വയ്യോട്ട് വലത്തേരെ എടുത്തിരുത്തി ഒക്കെ മലർന്നിരുത്തി കൈ വീതിരുത്തി നീർന്ന് വലത്ത് നടന്ന് ഇടത്തേരെ എടുത്തിരുത്തി മലർന്നിരുത്തി കൈ വീതിരുത്തി നീർന്ന് ഇടത്തടത്ത് വലത്തേരെ എടുത്തിരുത്തി മലർന്നിരുത്തി കൈ വീതിരുത്തി നീർന്ന് വലത്തെടുത്ത് ചവിട്ടി ഇടത്ത് കാൽ തിരിച്ചു ചവിട്ടി വലിഞ്ഞമർന്ന് ഇടത്തേക്കാൽ എടുത്ത് നോക്കി ചാടിക്കെട്ടി ചവിട്ടി വലച്ചുകൂട്ടി ഇടത്തേൽ നീട്ടി വലിഞ്ഞമർ രണ്ടിനോട് വയ്യോട്ട് മാറി വലിഞ്ഞമർന്ന് താഴ്ചയിൽ കൈക്ക് നോക്കി അമർന്ന് നീക്കിത്തെരുത്ത് വലത്ത് കാൽ നീട്ടി ചവിട്ടി
വലപുറ തിരിഞ്ഞ് ഇടത്ത് നടന്ന് വലത്ത് മാറി നേരെ സൂചിക്കുന്നു. നീ നീട്ടുകളും വെട്ടുകളും അടങ്ങിയ ഒരിനമാണ് ഒറ്റക്കോൽപ്പാറ്റ്. ഇവിടെ ഇതാ അഭിനവും ഡോക്ടർ ജുനൈദും കൂടി അവതരിപ്പിക്കുന്നു. ഇട്ടവട്ടി കുറുവത്തെരുത്ത് തെരുത്ത് തെരുത്ത് വലത്തേൽ ഓതിരം ചാടിവെട്ടി കുടത്തടുത്തേ പടിഞ്ഞു ഘടകം എടുത്തുളവിനെ വഴിമാറി കൂട്ടിയമർന്ന് ചവിട്ടി പൊങ്ങി വെട്ടിന് വലത്തെ പൊക്കത്തെടുത്ത് നീട്ടി ഉളവ് തട്ടി താങ്ങി പടിഞ്ഞു ഘടകം എടുത്തുളവിനെ നീട്ടി ചുവട് വെച്ച് തട്ടി താങ്ങി പടിഞ്ഞു ഘടകം ചൂഴ്ചി വാങ്ങി അമർന്ന് വെട്ടിന് വലത്തെ പൊക്കത്തെടുത്ത് നീട്ടി ഉളവ് തട്ടി ഊന്നി ഇടത്തെ പുറങ്കോൽ വലത്തേൽ വെട്ടിയടച്ച് താങ്ങി ഇടത്തെ നീട്ടി വലത്തേൽ ഇടത്തെ വന്ന ഘടകം നോക്കി വലത്തേൽ ഓതിരം കുടത്തടുത്തേ പടിഞ്ഞു ഘടകം എടുത്തുളവിനെ വഴിമാറിയ കുടങ്ങോട്ട് ചവിട്ടി പൊങ്ങി അമർന്ന് വെട്ടിന് വലത്തെ പൊക്കത്തെടുത്ത് ചുവട് മാറിത്തെടുത്ത് വലത്തെ വന്ന് ഘടകം മാറി ഘടകത്തിന് എടുത്ത് തെരുത്ത് നീട്ടി വലത്ത് എടുത്ത് തെരുത്ത് നീട്ടി വലത്ത് പൊക്കത്തെടുത്ത് നീട്ടി ഉളവ് തട്ടി ഊന്നി കടകം തട്ടി ഓതിരം വെട്ടി ഉളവ് കെട്ടി ചോടത്തിൽ തടത്ത് മാറി ഓതിരം വലത്ത് മാറി ഘടകം വലത്തേൽ ഓതിരം കൂടത്തെടുത്ത് പടിഞ്ഞു ഘടകം എടുത്തുളവിന് വഴിമാറി കൂട്ടി ചവിട്ടി പൊങ്ങി അമർന്ന് വെട്ടിന് വലത്തെ പൊക്കത്തെടുത്ത് ചുവട് മാറിത്തെടുത്ത് വലത്തെ വന്ന് ഘടകം മാറിക്കടകത്തിന് ചുഴിച്ച് നീട്ടി ഉളവ് വെട്ടി ഉളവിന് ചേർന്ന് വലത്ത് മേലെ എടുത്ത് വലത്തോട്ട് ചാഞ്ഞി നീർന്ന് ചുവട് വെച്ച് നീട്ടി ഉളവ് തട്ടി ഊന്നി ഇടത്തെ പുറങ്കോൽ വലത്തേൽ വെട്ടിയാണിച്ച് താങ്ങി ഇടത്തെ നീട്ടി വലത്തെ തിരിഞ്ഞ് തൊഴുതമർന്ന് നേർന്നു. 3 ആൾ കൂടി അവതരിപ്പിക്കുന്ന കത്തിപ്പാറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മൂസ മെഹർമാൻ, ഷാഹുൽ ഫിനാസ് ആൻഡ് അരുൺ വിഷ്ണു. എടുത്തേറുകളും എടുത്തടികളും കളരിപ്പാറ്റിലെ ഒരു ഘടകം തന്നെയാണ്. എടുത്തേറുകളും കളരിപ്പാറ്റിന്റെ ഒരു മുഖ്യ ഘടകം തന്നെ. എതിരാളിയുടെ കരങ്ങൾ കൊണ്ട് തന്റെ നേരെ വരുന്ന ആക്രമണങ്ങളെ തടയുന്ന രീതിയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. കെട്ടുകൾ എന്നും കളരിപ്പാറ്റിന്റെ ഒരു മുഖ്യ ഘടകം തന്നെ. അമ്മേ വലത്തു മാറി മാറി വലത്തേരിച്ച് മാറി വലത്ത് മാറി കൂട്ടച്ചോടുമായി വീണ്ടും വേദിയിലേക്ക് എത്തുന്നു 4 അഭ്യാസികൾ. ആര്യ, വൈഗ, റോണ ആൻഡ് അളകനന്ദ. ബലം തട്ടി ഇവിടെ ഒന്നായിട്ട് കയറി കയറി കൈ നല്ല
അംഗചേകവന്മാരെല്ലാം തുളുനാട്ടിൽ പോയി വിദ്യ പഠിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. തുളുനാടൻ സമ്പ്രദായം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവിടെ ഇതാ തുളുനാടൻ സമ്പ്രദായത്തിലെ ഒരിനം വെട്ടും തടയും. റോഷൻ ആൻഡ് അതിനനുസരിച്ച് തടയുക. താരിയില്ല. വെട്ടോ വെട്ട്. വെട്ടിക്കോ 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 നീ വെട്ട്. എങ്ങനെ തടയാൻ സാധിക്കും, ആ ആക്രമിയെ എങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു രീതിയാണ് ആദ്യമായി കാണിക്കുന്നത്. റെഡി, സ്റ്റാർട്ട്. കത്തിയുമായി വരുന്ന ഒരു ആക്രമിയിൽ നിന്നും കത്തി എങ്ങനെ തെറിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു രീതി. സ്റ്റാർട്ട്. വടിയുമായി വരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും എളുപ്പത്തിൽ എങ്ങനെ വടി വാങ്ങാൻ സാധിക്കും എന്നുള്ള മറ്റൊരു രീതി. സ്റ്റാർട്ട്. കൈകൊണ്ടടിക്കുന്ന ഒരാളെ വടികൊണ്ട് കീഴ്പ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ള മറ്റൊരു രീതി. സ്റ്റാർട്ട്. ഇനി കൈകൊണ്ടടിക്കുമ്പോൾ വടികൊണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു രീതി. റെഡി, സ്റ്റാർട്ട്. കെട്ടി. ലോക്കുകൾക്ക് പ്രാധാന്യം കളരിപ്പയറ്റിലുണ്ട്. ലോക്കുകൾ തന്റെ നേരെ വരുന്ന ആക്രമത്തെ ലോക്ക്, അതായത് പൂട്ടിൽ കൂടി കീഴ്പ്പെടുത്തുക. സ്റ്റാർട്ട്. ഒഴിവ്. 2 കുലപ്പൂട്ട്. 3 കാളക്കൊമ്പൻ. 4 നബാസ് ബന്ദ്. കഴിഞ്ഞു. ഓക്കെ. പറങ്കിപ്പടയുടെ തീത്തുപ്പുന്ന പീരങ്കിക്ക് മുമ്പിൽ വിരിമാറുകാട്ടി വീരമൃത്യു വരിച്ച കോട്ടക്കൽ കുഞ്ഞാലി മരക്കാരുടെയും ആയുധബലം കൊണ്ടും മെയ്വഴക്കം കൊണ്ടും ഇതിഹാസം ധരിച്ച കച്ചോടി ഓതേനന്റെയും മെയ്വഴക്കത്തിന്റെ ഇതിഹാസം ധരിച്ച ശ്രീശത്തിന്റെ ഐശ്വര്യം വിളിച്ചോതിയ ഉണ്ണിയാർത്തിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് കടത്തനാടിന്റെ മണ്ണ്. കടത്തനാടിന്റെ മണ്ണിൽ കളരിപ്പയറ്റ് അന്യമായി പോയിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചൂരക്കുടി കളരി സംഘത്തിന്റെ യുവാഭ്യാസികൾ അവതരിപ്പിക്കുന്നു മുപ്പലി അംഗം. ചേർന്ന് നേരെ മാറി, നേർമന്ദിരത്തിൽ മാറി അമർന്ന് പന്തിയിലമർന്ന് കയറി തിരിഞ്ഞു വെട്ടി മോതിരം മാറി, മോതിരത്തിൽ അമർന്ന് കയറി പന്തി കയറി ചോദിച്ച് വെട്ടി മോതിരം നേരെ മാറി, നേരോദരത്തിൽ മാറി തിരിഞ്ഞു പൊങ്ങി വാളും പറ്റി മാറി അമർന്ന് അഞ്ചോ പൊന്തിച്ചെടി.
സ്റ്റാർട്ട്. തന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിൽ കൂടിയും ഈ ആയുധം അഭിനവ് പ്രദർശിപ്പിക്കുന്നു. രണ്ട് ഭാഗങ്ങളിലായി നെടുവടിയും അതുപോലെ തന്നെ വജ്രധാരിയും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അഭിനവ് സ്പീഡ് തിരിഞ്ഞ് മാറി ഓതണം. തിരിഞ്ഞ് പന്തിയിൽ തിരിഞ്ഞ് ഓയ്സ് മതി. വെട്ടുങ്കൈ തട്ടിക്കേരി വെട്ടി തേറ്റക്കൈ മണ്ണൻത്രോ ഞാൻ നിർബന്ധം വണ്ടി വർഷാപ്പില്ല നോക്കുക കിട്ടുമോ നോക്കുക ഒരാവില്ല ആ ശരി ശരി ഓക്കെ 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 റോളിംഗ് ശരി 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 ഓക്കെ ഡോക്ടർ ജുനൈദ് ആൻഡ് ദി ഗസ്റ്റ് മതി മതി ബാക്ക് ലൈൻ സൈഡ് ആൻഡ് ബാക്ക് അതാ ഹാൻഡ് ത്രോ കുറച്ചുകൂടി പോയി ഹാൻഡ് ത്രോ ചേച്ചി ഈ വയസ്സിൽ കളരി പഠിച്ചത് കൊണ്ട് ഓർക്ക് കിട്ടിയ ഗുണങ്ങളെ പറ്റി 2 മിനിറ്റ് 5 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിവന്ദ്യ ഗുരുക്കൾ ശ്രീ കുഞ്ഞമൂസ ഗുരുക്കളുടെ ശിഷ്യയായിട്ട് എൻ്റെ 56-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ഞാൻ കളരിയിലോട്ട് പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ കളരി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കുട്ടിക്കാലത്തൊന്നും തന്നെ കളരി പരിശീലനം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെയധികം ഭയാശങ്കകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഈ കളരിയിൽ കുട്ടികളൊക്കെ ചെയ്യും പോലെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ഖത്തറിലുള്ള കുഞ്ഞുമൂസ ഗുരുക്കളുടെ ശിഷ്യന്മാരാണ് ഞങ്ങളുടെ ഖത്തറിലുള്ള ട്രെയിനേഴ്സ്. മുഹമ്മദ് ഗുരുക്കൾ, നമ്മുടെ കമറുദ്ദീൻ ഗുരുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, ഷാനിഫ് ഗുരുക്കൾ, മനാഫ് ഗുരുക്കൾ. അപ്പോൾ അവരുടെ എല്ലാം
പ്രചോദനം കൊണ്ടാണ് ഞാൻ ഇന്ന് കളരിയിൽ ഇപ്പം ഒരു വർഷമായിട്ട് ഞാൻ കളരി പരിശീലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും കുട്ടിക്കാലത്താണ് കളരിയിലോട്ട് പോകുന്നത്. ഞാൻ കാൽമുട്ട് വേദന തുടങ്ങിയ കാലത്താണ് കളരിയിലോട്ട് ജോയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡിസ്ക് പ്രൊലാപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചില ദിവസങ്ങളിലൊന്നും എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് കളരിയിൽ വന്ന് എല്ലാ വ്യായാമങ്ങളും ഈ കുട്ടികളൊന്നും ചെയ്യുന്ന പോലെ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ഈ ഞങ്ങളുടെ പ്രിയ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ അഭ്യസിക്കാൻ എനിക്ക് സാധിച്ചു. ഇതുപോലെ തന്നെയാണ് അവിടെയും ആഴ്ചയിൽ 3 ദിവസമാണ് ഞങ്ങൾ കളരിയിൽ പോകുന്നത്. അപ്പൊ പോകുന്ന എല്ലാ ദിവസങ്ങളിലും മാക്സിമം എല്ലാ ദിവസവും പോകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കളരിയിൽ പോയില്ലെങ്കിൽ അന്നൊരു വല്ലാത്ത വിഷമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടിൽ വെക്കേഷന് വരുമ്പോഴും ഞാൻ ഈ ഫ്രൈഡേ ആണ് ഇവിടെ എത്തിയത്. ഇന്നലെ തന്നെ മൂസ ഗുരുക്കളുടെ അടുത്ത് പോയി കളരി പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ എനിക്കതൊരു ജീവിതചര്യയാണ്, അത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു. അപ്പൊ ഇവിടെയൊക്കെ പ്രായമായ സ്ത്രീകളൊന്നും കളരിയിൽ വരാറുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഖത്തറിലാണെങ്കിൽ എല്ലാവരും മിക്കവാറും ഏറ്റവും കൂടുതൽ പ്രായം എനിക്കാണ്. എന്നാലും ഒരു 35-40 അങ്ങനത്തെ ഏജിലുള്ള എല്ലാവരും കുറേ പേര് വരാറുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടാണ് വരാറുള്ളത്. ഹസ്ബൻഡും വൈഫും കുട്ടികളും ഒക്കെ ചേർന്നാണ് കളരിയിലോട്ട് വരുന്നത്. അവിടെ എങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പം മൂസ ഗുരുക്കൾ എന്നോട് പറഞ്ഞു, ഇവിടെ സ്ത്രീകളാരും കളരിയിലോട്ട് വരാറില്ല, കുട്ടികളാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സുരഭി അവിടെ മോനെയും കൊണ്ട് കളരിയിൽ വന്നിരിക്കുമായിരുന്നു. അപ്പൊ സുരഭിയോട് ഞാൻ പറഞ്ഞു, എന്തിനെങ്ങനെ ഇരിക്കുന്നത്, ഇരുന്നിട്ട് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ, ആ സമയം നമുക്ക് കളരി പ്രാക്ടീസ് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുരഭി അങ്ങനെയാണ് ഇറങ്ങിയതെന്ന് മൂസ ഗുരുക്കൾ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നിങ്ങൾ കണ്ടു, സുരഭിയുടെയും ദികേഷിന്റെയും പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടു. അപ്പൊ എനിക്കും കളരിയിൽ വന്ന കാലത്ത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്കും ഹസ്ബൻഡിനും കൂടെ ഇതുപോലെ ഒരു ചെറുവടിപ്പയറ്റും ഒക്കെ നടത്തണം എന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഞാൻ എത്രമാത്രം ശ്രമിച്ചിട്ടും ഇതുവരെ കളരിയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞു, നോക്കാം, ഇനി കുറച്ച് 1-2 വർഷം കൂടെ കഴിയുമ്പോൾ ചിലപ്പം ദികേഷും സുരഭിയും ചെയ്തതുപോലെ ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ ഒരു ചെറുവടിപ്പയറ്റോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കുഞ്ഞുമൂസ ഗുരുക്കൾ പറഞ്ഞു, ഇപ്പം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കറിയാം, ഒരിക്കലും കുഞ്ഞുമൂസ ഗുരുക്കൾ അങ്ങനെ തളരുന്ന ആളല്ല. അദ്ദേഹത്തിന്റെ 100ാമത്തെ വയസ്സിലും ഇതേപോലെ തന്നെ വായ്ത്താരി പറഞ്ഞ് നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം എന്നും നമ്മളോട് ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അദ്ദേഹം ഇവിടെ ചെയ്യുന്നത് വലിയൊരു കാര്യമാണ്. ഇത്രയും കുട്ടികളെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മയക്കുമരുന്നും മാഫിയകളും ലോബികളും എല്ലാം നമ്മുടെ കുട്ടികളെ തെറ്റായ വഴിയിലോട്ട് വഴിതിരിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതിലൊന്നും പെടാതെ കുട്ടികളെ നേർവഴിക്ക് നടത്താൻ, നമ്മുടെ ഒരു നേരായ ജീവിത പന്ഥാവ് കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ ഈ കളരി എന്തുകൊണ്ടും സഹായിക്കും. ഖത്തറിൽ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായ IM വിജയൻ ഒരിക്കൽ വന്നിരുന്നു. ഒരു ടോക്ക് ഷോയിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സ്പോർട്സിന്റെ ഡോറ് തുറക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജയിലിന്റെ വാതിൽ അടയുകയാണ്. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഓരോ സ്പോർട്സിനും ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റിക്കും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഓരോ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമുക്ക് ശാരീരികവും മാനസികവുമായി വളരെയധികം എനർജിയും ഉന്മേഷവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കളരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടി പോലും ഒരിക്കലും തെറ്റായ ഒരു വഴിയിലോട്ട് പോകാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാം മക്കളെ നിങ്ങൾ ഇതിനകം തന്നെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ആരെങ്കിലും കുട്ടികളെ ചേർക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരെയും കളരിയിലോട്ട് വിടണം എന്നാണ് പറയുന്നത്. ഞാനിപ്പോ എൻ്റെ മക്കളൊക്കെ വലുതായി. അപ്പൊ ഞാൻ അവരോട് പറയും, പേരക്കുട്ടികൾ ഉണ്ടാകുമ്പം 5 വയസ്സ് തൊട്ട് തന്നെ കളരിയിലോട്ട് പറഞ്ഞു വിടണമെന്ന് ഞാൻ ഇപ്പോഴേ പറയാറുണ്ട്. അപ്പൊ അതുപോലെ എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ഈ കളരി പരിശീലനത്തിന് വിടുക. അങ്ങനെ നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് ഈ മയക്കുമരുന്നുകളിൽ നിന്നും ഒക്കെ രക്ഷിച്ച് ഒരു പുതിയ കേരളം ഉണ്ടാക്കാനായിട്ട് നമ്മളാലാവുന്ന വിധത്തിലൊക്കെ നമുക്ക് ശ്രമിക്കാം. ഇത്രയും
പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദിയും കടപ്പാടും അവർ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രത്യേകം നന്ദി ഓരോരുത്തരോടും പറഞ്ഞുകൊണ്ടും എൻ്റെ നാട്ടുകാരോട് പ്രത്യേകം പറഞ്ഞുകൊണ്ടും ഞങ്ങൾ അവസാനത്തെ ഇനമായ ഉർമിപ്പാറ്റ് വേദിയിലേക്ക് അവതരിപ്പിക്കുന്നു. വീശിക്കേറി മുട്ടിത്തിരിഞ്ഞ് കേറി വീശി നിയന്ത്രാജ് ആൻഡ് വൈഷ്ണവ് ഓതരം നേരെ മാറി തിരിച്ചോതരം കെട്ടി വട്ടം കെട്ടി അവരുടെ കയറി വട്ടം കയറി വട്ടം കയറി പൈതലോട് ചോദിച്ച് കയറി കയറി ഓതരം ഓതരം മാറി അന്തിയിലപ്പെട്ട് കയറി കയറി ഓതരം വെട്ടി കയറി ഓതരം വെട്ടി 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 ഓതരം വെട്ടി 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 ഓതരം വെട്ടി 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 കയറി വെട്ടി വട്ടം വെട്ടി നിർത്തണം മാറ്റി ചേർന്ന് ഏറ്റുവാങ്ങാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദരവ് നൽകാനായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.